ഈ പറയുന്ന ഇറാന്റെ ഭരണകൂടത്തിന് അവിടുത്തെ നല്ലൊരു വിഭാഗം ജനങ്ങളുടെയും പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു ഉദാഹരണം പറയാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 36% വോട്ടാണ് BJPക്ക് കിട്ടിയത്. 36% വോട്ടുമായിട്ട് 240 സീറ്റുകളുമായിട്ടാണ് BJPയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ അധികാരത്തിലിരിക്കുന്നത്, നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നത്. ഇവിടെ നടന്നത് ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പാണ്. മറ്റേതെങ്കിലും ഒരു രാജ്യം പറയുകയാണ്, നോക്കൂ 36% വോട്ടേ ഉള്ളൂ മോഡിക്ക്, ബാക്കി 64% ആളുകളും മോഡിക്കെതിരാണ്, അതുകൊണ്ട് മോഡിയുടെ ഭരണം എന്ന് പറയുന്നത് ലെജിറ്റിമൈസ് ചെയ്യാൻ കഴിയാത്തൊരു ഭരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു രാജ്യം നമ്മളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ നമ്മളത് സമ്മതിക്കുമോ? ഒരു മൾട്ടി കോർണേഡ് ഫൈറ്റ് ആണ് നടന്നത്. അവിടെ വിക്ടറി നേടിയത്, വിജയം നേടിയത് മോഡി തന്നെയാണ്. മോഡിക്ക് ഭൂരിപക്ഷമില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയുന്നത് BJP ആണ്. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ പാർട്ടിയും BJP ആണ്. അതുകൊണ്ടാണ് മോഡിയുടെ ഭരണകൂടം ഒരു ലെജിറ്റിമൈസ്ഡ് ഭരണകൂടമായിരിക്കുന്നത്. ആ ഭരണകൂടത്തിന് ജനങ്ങളുടെ പിന്തുണയുമുണ്ട്. ഇതേ മാതൃകയിൽ തന്നെയാണെന്നേ ഇറാന്റെ അധികാരത്തിലിരിക്കുന്ന ഭരണകൂടത്തിന് ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ പിന്തുണയുണ്ട്. അതുകൊണ്ടാണ് ആ രാജ്യം ഭരിക്കാൻ അവർക്ക് കഴിയുന്നത്. ഇനി അതുമാത്രവുമല്ല, ഈ രാജ്യത്ത് ഇന്ത്യയിൽ മാവോയിസം വലിയ ഭീഷണിയാണല്ലോ. മാവോയിസ്റ്റുകളെ നിരന്തരം നമ്മുടെ സൈന്യം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. മാവോയിസ്റ്റുകൾ എന്താണ് ചെയ്യുന്നത്? ഈ രാജ്യത്തെ തൊഴിലാളികൾക്കിടയിലാണ് അവർ പ്രവർത്തിക്കുന്നത്, കർഷകർക്കിടയിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കർഷകരും തൊഴിലാളികളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനീതികൾക്കെതിരായിട്ടാണ് മാവോയിസ്റ്റുകൾ പോരാട്ടം സംഘടിപ്പിക്കുന്നത്. പക്ഷേ അവരുടെ പോരാട്ടം എന്ന് പറയുന്നത് സായുധ പോരാട്ടമാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ സേന അതിനെ അമർച്ച ചെയ്യുന്നത്. നാളെ ചൈന പറയുകയാണ് മാവോയിസം എന്ന് പറയുന്നത് ഞങ്ങളുടെ ആശയമാണ്, ഞങ്ങളുടെ ആളുകളെയാണ് ഇന്ത്യയിൽ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചൈന ഇന്ത്യക്കെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചാൽ നമ്മൾ അത് അംഗീകരിക്കാൻ തയ്യാറാകുമോ? ഇനി മറ്റൊരു സംഭവം ഞാൻ പറയാം. 2001 ഗോദ്ര കൂട്ടക്കൊല സംഭവിച്ചത്. ആ കൂട്ടക്കൊലയിൽ 100 കണക്കിന് മുസ്ലിങ്ങളാണല്ലോ കൊല്ലപ്പെട്ടത്. നാളെ പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും ഒന്നിച്ചുകൊണ്ട് ഇതാ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചാൽ നമ്മൾ അംഗീകരിക്കുമോ? ഇത് തന്നെയാണെന്ന് ഇറാന്റെ സ്ഥിതി. ഇറാനിൽ ഒരു ആഭ്യന്തര സംഘർഷം നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ സംഘർഷം മുതലാക്കാൻ വേണ്ടി തന്നെയാണ് ഈ സമയം അറ്റാക്കിനായി തെരഞ്ഞെടുത്തത്. നോക്കൂ, വലിയ കലാപം ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആ രാജ്യത്തിനുള്ള ഒരു പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര കലാപത്തെ അമർച്ച ചെയ്യുന്ന തിരക്കിലാണ് അവിടുത്തെ ഭരണകൂടം. എന്ന് മാത്രമല്ല, എക്കണോമിക്കലി സാമ്പത്തികമായി വീക്കായിട്ടുള്ള ഒരു രാജ്യവുമാണ് ഇറാൻ. ഈ സമയം നോക്കി അടിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ടാണെന്നേ അമേരിക്കയും ഇസ്രയേലും ഒത്തൊരുമിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരത്തിലാണ് അമേരിക്കയും ഇസ്രയേലും ചേർന്നുകൊണ്ട് ഓരോ നീക്കങ്ങളും നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരൻ എന്ന് പറയുന്നത് ആരാണ്? നിശ്ചയമായും ഡൊണാൾഡ് ട്രംപ് ആണെന്നേ. എന്താണ് ഡൊണാൾഡ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാ ദിവസവും ഈ ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ ഭരണാധികാരിയാണ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയോട് എന്തൊക്കെ നീതികേടുകളാണ് ഈ ട്രംപ് കാണിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, ഈ കുടിയേറ്റക്കാരെന്ന പേരിൽ പല ആളുകളെയും പിടിച്ച് ചങ്ങലക്കിട്ട് നാട് കടത്തുന്ന ഒരു പരിപാടി ഇടക്കാലത്ത് ട്രംപ് വെച്ച് നടത്തിയിരുന്നു. മാത്രമല്ല, ലോകത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു ഭീകരവാദിയായിട്ട് ട്രംപ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ എന്താ സംശയം? ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണല്ലോ വെനിസ്വേലയിൽ സംഭവിച്ചത്. അവിടുത്തെ പ്രസിഡന്റിന്റെ കിടപ്പുമുറിയിലേക്ക് ചെല്ലുന്നു, രാത്രിക്ക് രാത്രി അദ്ദേഹത്തെയും ഭാര്യയെയും തട്ടിക്കൊണ്ടു പോകുന്നു, വാഷിംഗ്ടണിലേക്ക് കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കുന്നു. ഇതിന്റെ പിന്നിൽ മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട് കേട്ടോ. എല്ലാ യുദ്ധത്തിന് പിന്നിലും രാഷ്ട്രീയമുണ്ട്. ഓരോ യുദ്ധവും രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ യുദ്ധവും ആസൂത്രണം ചെയ്യപ്പെടുന്നത്. നോക്കൂ, നെതന്യാഹു ഇസ്രയേലില് അങ്ങേയറ്റം ദുർബലനായ ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തിനെതിരായിട്ട് വലിയ അഴിമതി കേസുണ്ട്. ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ അദ്ദേഹം പരാജയപ്പെടുമെന്ന കാര്യത്തിലൊരു സംശയവുമില്ല. എന്ന് മാത്രമല്ല, പരാജയപ്പെട്ടാൽ ഈ അഴിമതി കേസിൽ അഴിക്കുള്ളിലാകുമെന്ന കാര്യത്തിലും നെതന്യാഹുവിന് സംശയമില്ല. അതുകൊണ്ട് ആ കേസിന്റെ വിചാരണ ചെയ്യപ്പെടരുത്, ആ കേസ് മുന്നോട്ട് പോകരുത്. നിരന്തരമായ യുദ്ധം ഉണ്ടായിക്കൊണ്ടിരിക്കണം, അനിശ്ചിതത്വം ഉണ്ടായിക്കൊണ്ടിരിക്കണം. അങ്ങനെ മാത്രമേ ഇസ്രയേലിൽ തന്റെ അധികാരം നിലനിർത്താൻ കഴിയൂ എന്ന് നെതന്യാഹുവിന് നല്ല ബോധ്യമുണ്ട്. ഇതേ പ്രശ്നം തന്നെയാണെന്ന് അമേരിക്കയിൽ ട്രംപും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അൺപോപ്പുലറായ ഒരു നേതാവായിട്ട് ട്രംപ് മാറിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ നികുതി ചുങ്കം ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട്, പിഴ നികുതി ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിയാണല്ലോ ഉണ്ടായിരിക്കുന്നത് ട്രംപിന്. അതുപോലെ തന്നെ എപ്സ്റ്റീൻ ഫയൽ വിവാദം എന്ന് പറയുന്നത് ട്രംപിന്റെ പ്രതിച്ഛായയെയും വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നിലനിന്ന് പോരാൻ ശ്രമിക്കുന്ന രണ്ട് നേതാക്കളുടെ ഒരു വിഷയമായി കൂടി ഈ ഏറ്റുമുട്ടൽ നമ്മൾ മനസ്സിലാക്കണം. അതായത് വംശീയതയെ മറയാക്കിക്കൊണ്ട് ഇസ്രയേലും അമേരിക്കയും സഖ്യം ചേർന്നിരിക്കുന്നത് നെതന്യാഹുവിന് സ്വന്തം ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, ട്രംപിന് സ്വന്തം പ്രതിച്ഛായയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ലോകത്ത് അസമാധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഗതികേട്.